അല്ല, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാവരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം 2024 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മൊത്തത്തിലുള്ളൊരു വിശകലനം എന്താണ്? തൃശ്ശൂർ പൂരം കലങ്ങി. തൃശ്ശൂർ പൂരം കലങ്ങിയപ്പോൾ കോൺഗ്രസിൻ്റെ 10-30,000 വോട്ട് BJP-യിലേക്ക് പോയി. അപ്പോൾ അതാണല്ലോ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം കലങ്ങിയാൽ ഈ അതുവരെ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ BJP-ക്ക് വോട്ട് ചെയ്യും. അതിൻ്റെ ലോജിക്ക് ആരും ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. തൃശ്ശൂർ പൂരം കലങ്ങുന്നതിനാണ് കോൺഗ്രസ്സുകാർ BJP-ക്ക് വോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ജയിച്ചതെന്നാണല്ലോ. കാരണം LDF-ൻ്റെ വോട്ടുകാരായിട്ട് കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിൻ്റെ വോട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു? സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂർ എടുത്തതെന്ന് പരിശോധിച്ചാൽ ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കുറേ ആൾക്കാരുടെ വോട്ട്, അതായത് കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ 50,000 വോട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. 50,000 വോട്ട് വ്യാജ വോട്ടുകളാണ്, ഒഴിഞ്ഞ ഫ്ലാറ്റുകളിലും മറ്റും ചേർത്തതാണ്. ഒഴിഞ്ഞ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാത്ത ഫ്ലാറ്റുകളിലും അവരറിയാതെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണല്ലോ അറിയുന്നത്. അപ്പോൾ ആ ഇലക്ട്രൽ റോൾ പൂർണ്ണമായിട്ടും പരിശോധിച്ചാൽ നമുക്ക് ആ ഇലക്ട്രൽ റോളിലുള്ള പ്രശ്നം എന്താണെന്ന് പറയാൻ പറ്റും. കാരണം 1,40,45,000 കൂടുതൽ വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട്. അത് അസംഭവ്യമാണ്, അസാധാരണമാണ്. അത്രയും വോട്ടൊന്നും തൃശ്ശൂർ ഒരിക്കലും വർദ്ധിക്കില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെയുള്ള ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1,40,45,000 വോട്ട് ഒരിക്കലും പുതുതായിട്ടൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരില്ല. അപ്പോൾ ഈ വോട്ട് ചേർക്കപ്പെട്ടത് ഈ പുറത്തു നിന്നുള്ളവരുടെ തന്നെയാണോ? അതല്ല ഇനി അതിൽ വ്യാജ വോട്ടുകളുണ്ടോ? അങ്ങനെയുണ്ടല്ലോ, വ്യാജ വോട്ടർമാർ അതിലുണ്ടോ? ഈ ആളുകളില്ലാത്ത വെറുതെ പേരടിച്ച് ചേർക്കുക, ഏതെങ്കിലും അഡ്രസ്സിൽ ചേർത്തവരുണ്ടോ? ഇത് പൂർണ്ണമായൊരു പരിശോധന വോട്ടർ ലിസ്റ്റിൽ ആവശ്യമാണ്. ഒന്ന്. രണ്ട്, ഈ കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ 50,000 കള്ളവോട്ടുകൾ അതിലുണ്ടെങ്കിൽ ഈ 50,000 കള്ളവോട്ടുകൾ കൊണ്ടാണോ ജയിച്ചത്? കാരണം 50,000 വ്യാജ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 50,000 ആളുകൾ വന്നത് വോട്ട് ചെയ്യണം. ഇപ്പോൾ മണ്ഡലത്തിന് പുറത്തുള്ളവരാണ്, ആ പുറത്തുള്ളവരുടെ പേരുണ്ട്, അവരൊക്കെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന്, ഇപ്പോൾ തൃശ്ശൂരിന് തൊട്ടടുത്ത് കിടന്ന മണ്ഡലമാണ്, അവിടെ നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ? അതല്ല അവർക്ക് വേണ്ടി വേറെ ആരും വോട്ട് ചെയ്തോ? ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ചും വോട്ട് ക്രമക്കേടിനെക്കുറിച്ചുമുള്ള ഇപ്പോൾ രാജ്യം മുഴുവൻ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോകാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിലെ SIR പ്രോസസ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇത് അത് മാത്രവുമല്ല, രാഹുൽ ഗാന്ധി പുറത്തുവിട്ട മഹാദേവ്പുരയിലെ കണക്ക് മഹാരാഷ്ട്രയിലെ നടന്ന സംഭവം. കാരണം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടക്കുന്നു. 6 മാസത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലുണ്ടായിട്ടുള്ള വോട്ട് മാറ്റം, ഇതൊക്കെ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ എങ്ങനെയായിരിക്കും സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അത് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യാത്ത സാഹചര്യത്തിൽ സിവിൽ സൊസൈറ്റിയും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം ഒരു കൂട്ടായ പണിയെടുക്കേണ്ടതുണ്ട്. തൃശ്ശൂർ സ്പെസിഫിക്കായിട്ട് എടുത്തുകൊണ്ട് എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ തന്നെ അവസ്ഥ എടുക്കുക. മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വന്ന പരാതികൾ എന്തൊക്കെയാണ്? ഒന്ന്, അവിടെയുള്ള അഡൾട്ട് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വോട്ടർമാർ വോട്ടർ ലിസ്റ്റിലുണ്ടായിരുന്നു. അവിടെ മുതിർന്ന ആളുകൾ, 18 വയസ്സിന് മുകളിലുള്ള ആളുകളെക്കുറിച്ചുള്ള ഈ ഫാമിലി ആൻഡ് ഹെൽത്ത് സർവേയിൽ പുറത്തുവന്ന വിവരങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ വോട്ടർമാരായി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വ്യാജ വോട്ടാവാൻ സാധ്യതയുണ്ട് കൂടുതലുള്ള ആളുകൾ. മറ്റൊന്ന്, ചില മണ്ഡലങ്ങളിൽ വളരെ രസകരമായ ഔട്ട്കമാണ് പുറത്തു വന്നത്. അപ്പോൾ NCP ശരത് പവാർ വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി മത്സരിച്ച ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ അദ്ദേഹത്തിന് 0 വോട്ടാണ് കിട്ടുന്നത്. അദ്ദേഹം അതിനു മുമ്പ് അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്, സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ബൂത്തിൽ നിന്ന് 0 വോട്ട് കിട്ടുന്നു. അപ്പോൾ അത് ആ ബൂത്തിലുള്ള ഗ്രാമവാസികൾ പറയുന്നത് അങ്ങനെയാണ് സംഭവിക്കുക, ഞങ്ങളിൽ 70% ആൾക്കാരും അയാൾക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇങ്ങനെയാണ് 0 വോട്ട് കിട്ടുക എന്ന് ചോദിച്ചുകൊണ്ട് അവരൊരു മോക്ക് പോളിംഗ് അവിടെ നടത്തി, ബാലറ്റ് വഴി പോളിംഗ് നടത്തിയ വില്ലേജ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ വോട്ടർ ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ, വ്യാജ പേരുകൾ ചേർക്കുക, കുറേ അധികം ആളുകൾ ഒഴിവാക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ഗ്രാമത്തിൽ പോളിംഗ് നടന്നു, ആ ഗ്രാമവാസികൾ പറയുന്നു ഞങ്ങൾ 70% പേരും ഈ പറയുന്ന സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. പക്ഷേ വോട്ടർ ഔട്ട്കം വരുമ്പോൾ 0 വരിക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഈ തൃശ്ശൂരിലെ മോഡസ് ഓപ്പറാണ്ടിയാണ് മഹാരാഷ്ട്രയിൽ നടന്നതെങ്കിൽ, അപ്പോൾ കൂടുതൽ വോട്ടർമാർ ചേർത്ത് കഴിഞ്ഞാൽ ഈ തോറ്റ സ്ഥാനാർത്ഥി കുറച്ച് വോട്ടെങ്കിലും കിട്ടേണ്ട ആ ബൂത്തിൽ നിന്ന്, അങ്ങനെയാണ് 0 ആവുന്നത്. അവിടെയാണ് നമ്മൾ EVM-നെ കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ EVM-നെ പറ്റി എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും BJP-ക്കാരും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു വേള സുപ്രീം കോടതിയും അതിനെ ഗൗനിക്കുന്നില്ല. സുപ്രീം കോടതി പോലും പറയുന്നത് EVM ഇൻടാക്റ്റാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പിന്നെ അതിൽ സംശയം ഉയർത്തരുത്. EVM-നെ കുറിച്ച് എന്തെങ്കിലും പെറ്റീഷൻ കൊടുത്താൽ, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻ ഇടുന്ന സ്ഥിതി വരെ ഉണ്ടായി. പക്ഷേ EVM-നെ കുറിച്ചുള്ള കുറേ അധികം ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, 2019 ബോംബെ ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നിരുന്നു. 19 ലക്ഷം EVM മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് ഈ പരാതിക്കാരനെത്തിയത്, ഹർജിക്കാരനെത്തിയത് എങ്ങനെയാണ്? ഒന്ന്,
EVM നിർമ്മിച്ചു തുടങ്ങിയ അന്ന് മുതൽ അതുവരെ 2 പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് EVM നിർമ്മിക്കുന്നത്. അവർ നിർമ്മിച്ച് നൽകിയ EVMൻ്റെ എണ്ണം 2 കമ്പനികളിൽ നിന്നുമായി അദ്ദേഹം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴി എടുത്തു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു, നിങ്ങൾ എത്ര EVM ഈ 2 കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നുള്ള കണക്ക് ചോദിച്ചു. അവർ കൊടുത്ത കണക്കും ഇത് കണക്കും തമ്മിൽ മാച്ചാവുന്നില്ല. 19 ലക്ഷത്തിന് വ്യത്യാസമാണ്. ഈ 19 ലക്ഷം എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഹർജിക്കാരൻ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ബോംബെ ഹൈക്കോടതി നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടും വ്യക്തമായ മറുപടി അവർ നൽകിയില്ല. ഇതേ തുടർന്ന് ഈ കേസ് നീണ്ടുപോകുന്നു. 2019 വന്ന കേസാണ്. 2022 ഇയാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതി പക്ഷേ ഈ കേസ് കേൾക്കാൻ പോലും തയ്യാറായില്ല. അത് തള്ളികളയാണ് ചെയ്തത്. അപ്പോൾ EVMനെ കുറിച്ചുള്ള വളരെ ഗുരുതരമായ സംശയം നിലനിൽക്കുന്നു. ഈ മഹാരാഷ്ട്രയിൽ നിന്ന് കേട്ട മറ്റൊരു വാർത്ത, അത് ഇപ്പോഴും വെരിഫൈഡ് അല്ല. അവിടെ നിന്നുണ്ടായിരുന്നൊരു പരാതി, കൗണ്ടിംഗ് സ്റ്റേഷന് തൊട്ട് ചുറ്റും ധാരാളമായി റൂട്ടറുകൾ കണ്ടെത്തപ്പെട്ടു, ഒരു ലാപ്ടോപ്പും റൂട്ടറുകളും കാണപ്പെട്ടു എന്നുള്ളതാണ്. അത് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചെങ്കിൽ അതിലൊരു കൺക്ലൂഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ കാണാതെ പോയ EVMകൾ, അതുപോലെ പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയ സാഹചര്യം മഹാരാഷ്ട്രയിൽ തന്നെ എടുക്കുക. പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ ബൂത്തുകളിൽ എണ്ണുന്നു. ഏതാണ്ട് 95 മണ്ഡലങ്ങളിൽ ഒന്നുകിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവോ വോട്ടാണ് എണ്ണിയത്. ഇത് ഇതുവരെയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം ഇതുവരെയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്തരം മിസ്മാച്ചസ്, അനോമലീസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തിനെയൊക്കെ സംശയിക്കണം? ഒന്ന്, വോട്ടർ പട്ടികയെ സംശയിക്കണം. ഈ EVM ഹാക്ക് ചെയ്യാനാവുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിനപ്പുറം ഈ കാണാതായ EVMകൾ വേറെ ആരുടെയും പക്കലുണ്ടോ? അതുപോലെ ഒരു ഓൾ പോളിംഗ് ഡേ മുഴുവൻ ഓണാക്കി വെച്ചിരുന്ന EVM വോട്ടെണ്ണുന്ന ദിവസം 99% ബാറ്ററി ചാർജോടെ പ്രത്യക്ഷപ്പെടുന്നു. സ്വരാഭാസ്കറുടെ ഭർത്താവ് ഫഹദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മഹാരാഷ്ട്രയിൽ മത്സരിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, 19 റൗണ്ടാണ് വോട്ടെണ്ണ ഉണ്ടായിരുന്നത്. 16 റൗണ്ട് വരെ ഞാൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. 17ഉം 18ഉം 19ഉം റൗണ്ടിൽ എണ്ണാനെടുത്ത EVMകളെല്ലാം 99% ബാറ്ററി ഉള്ളതാണ്. അതിലെല്ലാം എതിർ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയും അവർ ജയിക്കുകയും ചെയ്തു. ഇത് എങ്ങനെ സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, കേവലം 50,000 വോട്ട് വ്യാജ വോട്ടുകളോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വോട്ടുകളോ ഒരു മണ്ഡലത്തിൽ ചേർത്തതുകൊണ്ട് മാത്രം ഒരാൾ ജയിക്കാൻ പോകുന്നില്ല. അവർ വന്ന് വോട്ട് ചെയ്യണം. 2, അവർ തന്നെയാണോ അത് വോട്ട് ചെയ്യുന്നത് കണ്ടെത്തണം. 3ാമത്തെ കാര്യം, ഇനി അവർ ഫിസിക്കലി വന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ വോട്ട് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അത് EVMൽ എങ്ങനെ പതിയുന്നു എന്നുള്ളത് കണ്ടെത്തണം. ഈ 3 കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടന്നേ മതിയാവും. അത് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അന്വേഷിക്കുമോ? അതല്ല, ഇപ്പോൾ അനോമലീസ് കണ്ടെത്തപ്പെട്ട സംസ്ഥാനങ്ങളിൽ, പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനം, പ്രത്യേകിച്ച് കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവർ കേസെടുത്ത് അന്വേഷിക്കുമോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അങ്ങനെ കേസെടുത്ത് അന്വേഷിച്ചാൽ ഇതെവിടം വരെ എത്തും, ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് അൺഎർത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പലതരത്തിലുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് മാർഗങ്ങളിലൂടെയാണ് വോട്ട് അട്ടിമറിക്കപ്പെടുന്നതെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കാരണം, ഒന്ന്, ആ സ്ഥാനാർത്ഥി ജയിക്കാൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുക. 2, വോട്ടർ ലിസ്റ്റിൽ മാനിപ്പുലേഷൻ നടത്തി കൂടുതൽ വോട്ടുകൾ ചേർക്കുക. 3, ഈ ഫിസിക്കലി ഇവർ വന്ന് വോട്ട് ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ മറ്റേതോ മാർഗ്ഗങ്ങളിലൂടെ EVMൽ ആ വോട്ട് വരിക. EVMൽ ആ വോട്ട് വരിക എന്ന് ഞാൻ പറയാൻ കാരണം, ഇത്തരത്തിലുള്ള അനോമലീസ്, പോൾ ചെയ്തതിനേക്കാൾ കൂടുതലോ കുറവോ വോട്ടുകൾ എണ്ണിയ സാഹചര്യത്തിലാണത് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഗ്രാൻഡ് ഡിസൈനാണ്, ഒരു ഗ്രാൻഡ് ഡിസൈൻ ആൻഡ് ഗ്രാൻഡ് ഓപ്പറേഷനാണ്. അത് സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ മാത്രം അന്വേഷണം കൊണ്ട് കാര്യമില്ല. മൊത്തത്തിലൊരു അന്വേഷണം ഇതിൽ നടന്നേ മതിയാവും.